ഇന്നുണ്ടല്ല, ഇന്ന് ഞാനും ഏതാങ്ങോട്ടനും കൂടിയിട്ടുണ്ടല്ല ചെമ്മീൻ കെട്ടിൽ രാത്രി ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താണ് ഏതാങ്ങോട്ട പരിപാടി? അപ്പൊ ഇന്ന് രാത്രി വല വീശി ചെമ്മീൻ പിടിക്കാൻ ചോദിച്ചു. കുറേ നാളായിട്ട് നമ്മൾ ചെമ്മീൻ കെട്ടിൽ അങ്ങനെ കാര്യമായിട്ട് കലാപരിപാടികളൊന്നും ഇല്ലാണ്ടിരിക്കണമായിരുന്നു. ചെമ്മീനൊന്ന് ഇങ്ങനെ വെള്ളം മോശമായിട്ട് ചെമ്മീനൊക്കെ പൊങ്ങിയൊക്കെ നടക്കണം, നിങ്ങൾ കണ്ടതല്ലേ. അതിനുശേഷം പിന്നെ ചെമ്മീനൊന്നും പിടിച്ചിട്ടില്ലല്ലോ തന്നെ. അപ്പോൾ നമുക്കിന്ന് വീശി നോക്കണം, നമ്മുടെ ബാലൻസ് എന്തെങ്കിലും കാരച്ചെമ്മീൻ കിടപ്പുണ്ടോ. ചെമ്മീൻ കെട്ടിൽ നിന്ന് ചെമ്മീൻ പിടിക്കണത് നിങ്ങൾ കാണിച്ചു തന്നിട്ടല്ലോ അല്ലേ, പിടിച്ച് കാണിച്ചു തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് നമ്മൾ ആഗ്രഹം സാധിച്ചു കൊടുക്കൂടെ തന്നെ. അപ്പോൾ ഞങ്ങളിന്ന് വള്ളത്തിന് ഈ നമ്മുടെ ചെമ്മീൻ കെട്ട് വല്ല കാണാൻ പറ്റുന്നുണ്ട്, മൊത്തം ഇരുട്ടൂത്തി കിടക്കണയാണ്. കുറച്ച് ലൈറ്റൊക്കെ പിടിപ്പിക്കണം. അപ്പോൾ ഇതിനകത്ത് വള്ളത്തിന് പോയിട്ട് വള്ളം കുത്തണ ആൾ ഏതാനാണ് വള്ളം കുത്തണ ആൾ. വള്ളം കുത്തുവാ, വല വീശുമ്പോൾ വള്ളം അനങ്ങാണ്ട് കുത്തി നിർത്തണം. അത് തന്നെ, അത് ഭയങ്കര ടഫാണ് കേട്ടോ. അപ്പോൾ ഏതാകൂടെ കുത്തി പിടിക്കും. ഞങ്ങൾ കുറച്ച് സീൻ ട്രിക്സൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ വല വീശുമ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ നമ്മൾ എടുക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെമ്മീൻ പിടിച്ച് ഞങ്ങൾ കരയിൽ കൂട്ടിയിട്ടേക്കണത്, മല പോലെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കണത് നിങ്ങളെ കാണിച്ചു തരും. ഉള്ള ചെമ്മീനെ പിടിക്കാത്ത പ്ലാൻ ഇട്ടിരുന്നു. മല പോലെ കിട്ടണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ കുന്നോളെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. കുന്നല്ല, ഇച്ചിരിയെങ്കിലും ഒരു ബക്കറ്റിലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ സമയം കളയണില്ല, മീൻ പിടിക്കാം. മീൻ പിടിക്കാം. രാത്രി നിങ്ങളൊന്ന് നോക്കിയാൽ നമ്മുടെ മാടത്തിൽ ആംബിയൻസ് കുറച്ച് ലൈറ്റ് സാധനമൊക്കെ പിടിപ്പിച്ച് ഞങ്ങൾ സെറ്റ് ആകാനുണ്ട് ഇവിടെ. എന്നിട്ട് അന്യായ വൈബായിരിക്കുമല്ലേ തന്നെ. ഞങ്ങൾ ഈ വെക്കേഷൻ മുഴുവൻ ഈ മാടത്തിലാണ് ഇനി കിടക്കാൻ പോണ ആയിരിക്കുവാ. മീൻ പിടുത്തം അവനെ നമ്മൾ പറപ്പിക്കും. വെള്ളത്തിൽ കയറിയുണ്ട്. അയ്യോ പിലോപ്പിയാ. ആദ്യം നമ്മളൊരു വലിയ സീൻ പിലോപ്പിനെ വീശിയിട്ടിട്ടുണ്ട്. ചെമ്മീൻ കിട്ടിയടാ താനെ. കണ്ട, ഇതാണ് ചെമ്മീൻ. ഇപ്പുറത്ത് ഓർമ്മയുണ്ട്. ഇതേ മച്ചന്മാരെ, ഇവനെ പിടിക്കാനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. കണ്ട സാധനത്തിന് കണ്ട, ഇതൊരു 20 കൗണ്ട് ചെമ്മീനാണ്. ഈ ചെമ്മീൻ 20 എണ്ണം കിട്ടിയാൽ 1 കിലോ. അപ്പോൾ എത്ര കിട്ടൂടാ? 10-600 കിട്ടുമായിരിക്കും. അതുപോലത്തെ ഒരു 10,000 ചെമ്മീൻ നമ്മളിന്ന് വീശും. എവിടെ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വല വീശിയപ്പോ കിട്ടി. ഈ അകത്ത് കിടക്കണേ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് കിടക്കല്ലേ. 2 ഉണ്ട് ഇപ്പൊ. അത് പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്കില്ലേ അടുത്ത കരച്ചടിക്കണം വെച്ച് എടുത്തോണ്ട് വന്നേ. ചെറുതാ. അത് പോടാ. ഈ പിലപ്പിനെ കറി വെക്കാം നമുക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഉപ്പ് പിടിക്കുന്ന സമയമാണല്ലേ. ആദ്യത്തെ വലൊക്കെ ഉണ്ടല്ലോ, ദോ ചെമ്മീൻ കിട്ടിക്കണ്ടേ. അയ്യോ ചാടല്ലേ. ഇതിൻ്റെ കൂടെ നമുക്ക് ബോണസായിട്ട് ചൂടൻ ചെമ്മീനും ഉണ്ട്. കണ്ട ചൂടൻ കാണിച്ചു കൊടുത്തേ തന്നെ. ഇതല്ല, ഇതാ ചൂടൻ. അയ്യോ ബോണസ് പറഞ്ഞു ഓനടാ, ബോണസ് അത് പോയാലേ ഇപ്പം കിടക്കട്ടെ. ഇവിടെ തന്നെ വീശാലേ. ഓക്കെ, ഇതങ്ങോട്ട് തന്നെ 2 സാധനമുണ്ട്. ഒരു പങ്കായം ഉണ്ട്, ഒരു ഈ വടി ഇതല്ലേടാ കഴുക്കോല്. ശരിക്കും ഒരെണ്ണം മതി, പിന്നെ ഏതാനും 2 എണ്ണം വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ തന്നെ വീശാലേ. പക്ഷേ കോല് വെച്ച് കുത്താൻ മര്യാദക്ക് ഇതില്ല, കാരണം രണ്ടാണ് കൊടുക്കാം. ഇവിടെ വീശാം. ഒന്നും കാണാൻ പറ്റില്ലല്ലേ. പിടിച്ചാതാനെ. ഇത് എന്താ ചെമ്മീൻ കിട്ടുന്ന ഗൈസ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ചെറിയ കരിമീൻ്റെ കുഞ്ഞ്. ഇനി ഞങ്ങൾ ഒരു വല കൂടി വീശിയിട്ട് നമ്മൾ ക്യാമറ ഓഫ് ചെയ്യല്ലേ തന്നെ. അത് അല്ലെങ്കിൽ വീശാൻ പറ്റില്ല. ഇതിനെ നമ്മൾ കളയല്ല വളർത്താൻ വിടും. ഇതിനെ നമ്മൾ എടുക്കും.
ഞങ്ങൾ സീനാണല്ലേ തന്നെ രാത്രി വെള്ളത്തിലാണ് വീശണം. ആ ബാക്കിൽ പിടിച്ചോ. ഇങ്ങനെ വലിക്കുമ്പോഴേ ഭയങ്കര ബലമായിരിക്കും ഏതാനും വന്നത്. പിന്നെ അവൻ പുലിയായത് കൊണ്ടിട്ട് പിടിച്ചിട്ട് ഇപ്പം ഉണ്ട്. ഇപ്പം മൊബൈൽ വരെ എടുക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട്. ആടാ ഏതാനെ ഈ ചെമ്മീനൊന്നും കാണാനില്ല, ഓരോന്നൊക്കെ കിട്ടുന്നുള്ളു. എന്തെടുത്തണോടാ തന്നെ കഴിയിട്ടുമ്പോ പോകുമ്പോൾ കഴിയാൽ പോരെ. ഇന്നലെ രാത്രി പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഉറക്കമൊക്കെ വന്നു വച്ചാന്മാരെ. ഇപ്പം ഏതാനാണെങ്കിൽ പിന്നെ വള്ളത്തെ കിടന്ന് ഉറങ്ങണമായിരുന്നു. വെള്ളം കുത്തിപ്പിടിച്ചൊക്കെ നിന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾ അല്ലേ തന്നെ പിന്നെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ എന്തോരം ചെമ്മീനാണ് പിടിച്ചേക്കണത്. ഇവിടെ കാണിച്ചു കൊടുക്കുക എന്തോരം ചെമ്മീനാണ് പിടിച്ചേക്കണമെന്ന് നോക്കിയാൽ. ഇത് ഇന്നലെ രാത്രിയും പിന്നെ വെളുപ്പിനെത്തിയാൽ കുറച്ച് ചെമ്മീനുണ്ട് കേട്ടോ. കണ്ട മോനെ എന്തോരം കാരച്ചെമ്മീനാണ് നമ്മൾ എടുത്ത് പിടിപ്പിച്ചേക്കണം അല്ലേ തന്നെ. പിന്നെ നിങ്ങളെ ഞാൻ ചെമ്മീൻ കുഞ്ഞ് ഇട്ടതൊക്കെ കാണിച്ചു തന്നായിരുന്നല്ല. ചെമ്മീൻ കുഞ്ഞ് ഇട്ടത് കാണിച്ചു തന്ന്, പിന്നെ അതിനിടയ്ക്ക് വെള്ളം മോശമായിട്ട് കുറേ ചെമ്മീൻ ചത്തുപോയത് കാണിച്ചു തന്ന്, അതിനുശേഷം പിന്നെ ഇത്രയും ചെമ്മീൻ നമ്മൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെമ്മീനാണ് ഇത് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം വേറൊരു ടെസ്റ്റ് സംഭവിച്ചതേ അടുപ്പിച്ച് കാണിച്ചു തന്നെ. ഷാനു ഇന്നലെ രാത്രി നമ്മൾ പിടിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പിടിച്ചൊരു ആവേശം മൂത്ത് ചെമ്മീൻ കിട്ടി തന്നെയാണല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇത് നല്ല ചെമ്മീനാണ്. നല്ലതും ചീത്തയൊന്നും ഇല്ല. പക്ഷേ ഇതിനകത്ത് ഇത് കണ്ട സോഫ്റ്റ് ചെമ്മീനും കുറേ പെട്ടുപോയിട്ടുണ്ട്. ഇത് സോഫ്റ്റാണ് സാധനം. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറന്തോട് ഇത് സ്ട്രെങ്താണ്, ഇത് സോഫ്റ്റാണ്. സോഫ്റ്റ് ചെമ്മീൻ എന്താണെന്ന് അറിയാൻ പറ്റാത്തവർക്ക് പറയാം. എന്തായതാനെ അമ്മരെ തൊലി പൊളിച്ച് പുതിയ തൊലി വന്ന സമയത്താണ് നമ്മൾ അവനെ പിടിച്ചേക്കണത്. കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ടിങ് ക്വാളിറ്റിയിൽ എടുക്കില്ല. ഇത് സോഫ്റ്റ് ആയതുകൊണ്ടിട്ട് ഇവനെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി തിരിഞ്ഞ് മാറ്റണം. പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ പോകും. പക്ഷേ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇവനും പോലെയാണ്. ഇത് ജീവനുള്ള ഇത് രാവിലെ കിട്ടിയാണ്. പഞ്ഞി അല്ലാത്തതിന് ഇതിനകത്തേക്ക് കിട്ടും. പഞ്ഞി അല്ലാത്തത് ഇതിനകത്ത് ഇടണം. ഇതിനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല സൈസ് 20 കൗണ്ടറാണ് കേട്ടോ. ഇത് 20 കൗണ്ടാണ്. 20 കൗണ്ട്. ഈ ചെറുത് ഇതിനകത്ത് കിടക്കട്ടെ. വേറെ എന്താ ഇതാ ഇത് 20. ഇത് 20. 15ലേക്ക് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ തിരിഞ്ഞിട്ട് ഞങ്ങൾ ഇത് കൊണ്ട് കുറച്ച് മറയോ തല ഹെഡ് ഒടിഞ്ഞു പോയി. ഇത് ഒടിക്കലാണ്ട. ഹെഡ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതും റിജക്റ്റഡ് പീസ്. സൈസുള്ളതെല്ലാം പഞ്ഞിയായി പോയല്ലേ. നമ്മളിത് എന്തിനാണ് പിടിച്ചത്? കൊടുക്കാൻ വേണ്ടിയിട്ടാണോ തിന്നാൻ വേണ്ടിയാണോ പിടിച്ചത്? ഒരു ആവേശത്തിന് പിടിച്ചു പോയതാണ്. ഇനിയിപ്പോൾ നമ്മൾ വാവ് കഴിഞ്ഞിട്ടേ വാവ് ആ ദിവസം ആകുമ്പോഴേ പിടിക്കണുള്ളൂ. ഇതും പഞ്ഞിയാണ്. ഇതിനകത്ത് കിട്ടോ? അതിനകത്തിട്ട് അവരെടുക്കല്ല. പിന്നെ എന്തിനാണ് ഇതെല്ലാം തന്നെ? ഇതെല്ലാം പഞ്ഞ് കണ്ട. ഇതിനകത്ത് ഇത്രയും തിരിയാൻ കിടക്കെ കട്ട് ചെയ്തോ. അയ്യോ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ പോയി. അപ്പം ടാറ്റ ബൈ ബൈ. പിടിച്ചതിനകത്ത് ഇത്രയും പഞ്ഞി. പക്ഷേ ഇത് വൈറ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് വൈറ്റും ഉണ്ട്, ബാക്കി പഞ്ഞിയുണ്ട്. നമ്മൾ പിന്നെ ഞങ്ങൾ മനഃപൂർവ്വം എടുത്തതിനുണ്ടോ. കാര്യം മാർക്കറ്റിൽ കൊണ്ടേ കൊടുത്താലും അത്യാവശ്യം വില കിട്ടും. കറക്റ്റ് എക്സ്പോർട്ടിൻ്റെ ആ വില കിട്ടില്ലെങ്കിലും ആ വില കിട്ടും. പിന്നെ നമ്മൾ ഇട്ട് റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ കൈ കിട്ടിയൊക്കെ പെറുക്കി എടുത്താനല്ലതാണ്. അപ്പോൾ ഞങ്ങൾ ചെമ്മീൻ കൊടുത്തിട്ട് കാണാം. ടാറ്റാ ടാറ്റാ. ഇത് നല്ല ചെമ്മീൻ. ഓക്കെ.